നമ്മളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് മൈൻഡാണ്, മനസ്സാണ്. പക്ഷേ അത് തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? രാവിലെ എണീറ്റ് കാലൊന്ന് തറയിൽ ചവിട്ടിയിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും വരും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്. ഇന്നലെ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്സ്, കഴിഞ്ഞു പോയൊരു എംബാരസിങ് കോൺവേഴ്സേഷൻ, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് പേടിക്കാം. ആലോചിച്ച കാര്യങ്ങൾ തന്നെ പിന്നെയും ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് യു ഫീൽ ടയേർഡ് ബിക്കോസ് യുവർ മൈൻഡ് നെവർ സ്റ്റോപ്ഡ് റണ്ണിങ്. നെഗറ്റീവ് ചിന്തകളുടെ ഒരു ലൂപ്പാണ്. ദിസ് ഈസ് കോൾഡ് റൂമിനേഷൻ. ചിന്തകൾ കൊണ്ട് തീർത്തൊരു തടവറ. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. ചെയ്തു പോയ ചെറിയൊരു മിസ്റ്റേക്കിനെ പറ്റി 100 തവണ ഇരുന്ന് ആലോചിക്കും. ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ മനസ്സിൽ റീപ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ്, ബട്ട് ബ്രെയിൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ യു കാൺട്ട് സ്ലീപ്പ്. ആൻഡ് ചില കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ബട്ട് സംഭവിക്കുന്നതായിട്ട് അങ്ങോട്ട് ഇമാജിൻ ചെയ്യും. ദിസ് വീഡിയോ ഇൻ ജസ്റ്റ് ഫോർ യു, ഇറ്റ് ഈസ് എബൌട്ട് യു. റൂമിനേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ഇറ്റ്സ് തിങ്കിങ് വിത്തൗട്ട് മൂവിങ്. ഇപ്പോൾ നമ്മളുടെ ഈ ആടുന്ന കസേരയില്ലേ, അതിലിരുന്ന് ആടുന്ന പോലെയാണ്. മൂവ് ചെയ്യുന്നുണ്ടാവും, ബട്ട് ഒരടി പോലും മുന്നോട്ടോ പുറകോട്ടോ പോകുന്നുണ്ടാവില്ല. റൂമിനേഷൻ ഈസ് ദ ആക്ട് ഓഫ് റിപ്പീറ്റീവ്ലി ഡ്വെല്ലിംഗ് ഓൺ നെഗറ്റീവ് തോട്ട്സ്, പാസ്റ്റ് മിസ്റ്റേക്സ് ഓർ ഡിസ്ട്രെസ്സിങ് ഫീലിംഗ് വിത്തൗട്ട് ഫൈൻഡിങ് എ റെസൊല്യൂഷൻ. അതായത് നമ്മളെ കഴിഞ്ഞു പോയ മിസ്റ്റേക്സിനെ പറ്റിയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുമൊക്കെ റിപ്പീറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. എന്നാൽ ഇതിൻ്റെ സൊല്യൂഷൻസ് നോക്കുന്നുണ്ടോ? അതൊക്കെ ഇല്ലേനും. ഇതാണ് റൂമിനേഷൻ. നമ്മുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സും ഉണ്ടാവുന്നുണ്ടാവും. പക്ഷേ അതൊന്നും ഇങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കില്ല. പകരം ഓക്വേർഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, കിട്ടിയ റിജക്ഷൻസ്, ഫെയിലിയേഴ്സ്, റിഗ്രറ്റ്സ്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടേയിരിക്കും. ഇത് നമ്മളുടെ ഫോൾട്ടല്ല, നമ്മളുടെ ബ്രെയിന് ഇങ്ങനെ തന്നെയാണ്. ത്രെറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലാണ് ബ്രെയിന് ഇവോൾവ് ആയിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമോ, പെട്ടെന്ന് ഇങ്ങനെ ചിന്തകൾ വരാൻ തുടങ്ങും. ഞാൻ ആ മീറ്റിങ്ങിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് മണ്ടത്തരായോ, അവരെന്നെ പറ്റി എന്ത് വിചാരിച്ചോ എന്തോ, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഇനി ആരും എന്നെ റെസ്പെക്റ്റ് ചെയ്യില്ല, ഇനി എന്നെങ്ങാനും അവർ പറഞ്ഞു വിടുമോ. ഒരു ചെറിയ ചിന്തയിൽ നിന്ന് തുടങ്ങി എങ്ങോട്ടൊക്കെയോ ചിന്തിച്ച് അങ്ങനെ പോവും. നീ എങ്ങോട്ടാ ഇങ്ങനെ ചിന്തിച്ച് കാട് കയറി പോകുന്നേ എന്നൊക്കെ പറയാറില്ലേ, അതന്നെ സംഭവം. ശരിക്കും ഇതൊന്നും റിയൽ ആവില്ല, റിയാലിറ്റിയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ബട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ നമ്മൾ തന്നെ അതങ്ങോട്ട് പൂരിപ്പിക്കാൻ തുടങ്ങുകയാണ്. ലിസൺ, നിങ്ങൾ ഹാപ്പിയാണോ അല്ലയോ ഇതൊന്നും ബ്രെയിൻ നോക്കില്ല, ഇറ്റ് ഡസൻ കെയർ. പകരം നിങ്ങൾ സർവൈവ് ചെയ്തോ, പുള്ളിക്കാരന് അതും മാത്രം അറിഞ്ഞാൽ മതി. ഇമോഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിന്തകൾക്ക് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടുമ്പോൾ അത് മെമ്മറിയെ സ്ട്രെങ്തൻ ചെയ്യും. മെമ്മറി സ്ട്രോങ് ആകുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനെ ഈസി ആകുമ്പോൾ അതിനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. സിമ്പിൾ. ആൻഡ് പോകെ പിന്നെ നിങ്ങളാവില്ല എന്ത് ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇൻസ്റ്റെഡ് ദ തോട്ട് ചൂസസ് യു. അതുകൊണ്ടാണ് ഈ റൂമിനേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കങ്ങനെ ചിന്തിക്കണം എന്നൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഞാനും ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. റിപ്പീറ്റീവായിട്ട് മൈൻഡിൽ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് നോട്ട് വീക്ക്നെസ്, ഇറ്റ്സ് റിപ്പീറ്റേഷൻ. ഓരോ തവണ നമ്മളിങ്ങനെ ബ്രെയിനിൽ റീപ്ലേ ചെയ്യുമ്പോഴും ബ്രെയിൻ എന്താണ് മനസ്സിലാക്കുന്നത്? ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്നാവും. സോ ഇറ്റ് കീപ്സ് ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ. ഈ നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ റൂമിനേഷൻ ഉണ്ടായാൽ, അത് നമ്മളുടെ സമാധാനം കളയുക മാത്രം അല്ല ചെയ്യുന്നത്, അത് നമ്മളുടെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. ശരിയായി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയില്ല. റിലേഷൻഷിപ്സിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം. ആവശ്യമില്ലാണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കും. കോൺഫിഡൻസ് ഉണ്ടാവില്ല. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനോ വർക്ക് ചെയ്യാനോ കഴിയില്ല. ആൻഡ് ഇവഞ്ച്വലി നിങ്ങളുടെ ഐഡൻറ്റിറ്റി തന്നെ മാറും. എനിക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട് എന്ന് പറയുന്നത് മാറി ഞാനൊരു നെഗറ്റീവ് പേഴ്സൺ ആണ് എന്ന് പറയാൻ തുടങ്ങും. ആൻഡ് ദാറ്റ് ചേഞ്ചസ് എവ്രിതിങ്. നമ്മളുടെ ഐഡൻറ്റിറ്റിയാണ് ബിഹേവിയേഴ്സിനെ ഷേപ്പ് ചെയ്യുക. ബിഹേവിയറാണ് നമ്മളുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരാൾ തനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ പിന്നെ ചിന്തിക്കുകയാണ്, ഞാൻ ഇതിൽ ഫെയിലായാലോ, അല്ലെങ്കിൽ ആളുകൾ എന്താ വിചാരിക്കുക, എൻ്റെ പൈസ ഫുള്ള് പോയാലോ. അങ്ങനെ മാസങ്ങൾ കടന്നു പോകും, പക്ഷേ ബിസിനസ് മാത്രം സ്റ്റാർട്ട് ചെയ്യില്ല. ടാലൻ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, പകരം മനസ്സിൽ ഒരുപാട് തവണ താൻ ഫെയിലാവുന്നതായിട്ട് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. മൈൻഡ് ഫുള്ള് ഫെയിലിയർ ആവും എന്നാണ്. കുറേ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും എന്ന് പലരും വിചാരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ആയാൽ ക്ലാരിറ്റി ഒരിക്കലും വരാൻ പോകുന്നില്ല. ബിക്കോസ് ലൈഫ് ഡസൻ വർക്ക് ദാറ്റ് വേ. മനസ്സ് 100% ഗ്യാരണ്ടി പ്രതീക്ഷിക്കുന്നു, ബട്ട് റിയാലിറ്റി ഇറ്റ് ഓൺലി ഓഫേഴ്സ്
പ്രോബബിലിറ്റീസ്. അതുകൊണ്ടാണ് ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആവാനായിട്ട് നോക്കുന്നത്. എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം, ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡാവും, എന്നുള്ളൊരു പിടിവാശി അവർക്കുണ്ടാവും. ഇമാജിൻ, നിങ്ങൾക്കൊരു പുഴ കടക്കണം, ഒരു റിവർ ക്രോസ് ചെയ്യണം. അപ്പോൾ അതിനൊരു പാലം പണിയുന്നതിന് പകരം നിങ്ങൾ വർഷങ്ങളായിട്ട് ആ വെള്ളത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെത്ര ആഴമുണ്ട്, എത്ര സ്പീഡുണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, ഡയറക്ഷൻ എങ്ങോട്ടാണ്, എവ്രി ഡേ. ആൻഡ് നിങ്ങൾ പുഴയുടെ കാര്യത്തിൽ ഭയങ്കര ഒരു എക്സ്പേർട്ടായിട്ടുണ്ടാവും, പക്ഷേ അപ്പോഴും പുഴ കടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. ആ സെയിം സൈഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നോളജ് വിത്തൗട്ട് മൂവ്മെൻറ്റ് ഈസ് അനദർ ഫോം ഓഫ് ഫിയർ. ഓക്കെ, സോ ഹൗ ടു എസ്കേപ്പ് ദ ലൂപ്പ്, എങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ മാനേജ് ചെയ്യാം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ടൈം ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സിൻ്റെ ലൂപ്പിൽ പെട്ടുപോകുമ്പോൾ ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. നമ്പർ 1, ഡിസ്ട്രാക്ട് യുവർ സെൽഫ്. നെക്സ്റ്റ് ടൈം ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ ഓർ റൂമിനേഷൻ ഉണ്ടാവുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് കണ്ടുപിടിക്കുക. ലൈക്ക് ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഫാമിലി മെമ്പറിനെ വിളിക്കുക, ചുമ്മാ കോൾ ചെയ്യുക. വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുക, ഒരു സിനിമ കാണുക, ഡ്രോയിങ് ചെയ്യാം, വായിക്കാം, എക്സസൈസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യം ചെയ്യാം. നമ്പർ 2, പ്ലാൻ ആൻഡ് ടേക്ക് ആക്ഷൻ. ചിന്തിച്ച കാര്യം തന്നെ പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പകരം ആ ചിന്തകളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ പാർട്സ് ആക്കുക. ദെൻ ഓരോന്നിനും ഓരോ പ്ലാൻസ് റെഡിയാക്കാം. ആക്ഷൻ പ്ലാൻ, അതായത് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ആക്ച്വൽ പ്ലാൻ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. മാക്സിമം സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതുക. പ്ലസ് അത് റിയലിസ്റ്റിക് ആയിരിക്കണം, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരിക്കണം. അങ്ങനെ പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, വെറുതെ ഇരിക്കരുത്, ആക്ഷൻ എടുക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദെൻ നെക്സ്റ്റ്. 3, വർക്ക്ഔട്ട് വാട്ട് യു ക്യാൻ ആൻഡ് കാൺ ചേഞ്ച്. റൂമിനേഷൻ ഉണ്ടാവുന്നത് പലപ്പോഴും കഴിഞ്ഞുപോയ ചില നെഗറ്റീവ് എക്സ്പീരിയൻസസ് കാരണമായിരിക്കും. ആൻഡ് ഇതിൽ പലതും നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, പക്ഷേ നമ്മളതിനെ എങ്ങനെ നോക്കിക്കാണുന്നു അത് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തൊരു ജോലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദെൻ റെസ്യൂമൊക്കെ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം, അതിലെ പോരായ്മകളൊക്കെ മാറ്റുക. ദെൻ നെക്സ്റ്റ് ജോബിന് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ ദെൻ പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് സമയം കളയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ. നമ്പർ 4, ചേഞ്ച് ലൊക്കേഷൻ. നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് മാറ്റി നോക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഹാപ്പി ആയിട്ട് ഇരുന്നൊരു സ്ഥലത്തേക്ക് പോവാം. ചിലപ്പോൾ അത് അടുത്തുള്ള ഏതെങ്കിലും ചെറിയൊരു സ്ഥലമാവാം. മേ ബി അവിടെ വാക്കിങ്ങിന് പോവാം, ഒരു കോഫി കുടിക്കാം, ഇല്ലെങ്കിൽ വെറുതെ പോയിട്ടിരിക്കുക. സംടൈംസ് ലൊക്കേഷൻസ് ക്യാൻ ചേഞ്ച് അവർ തോട്ട്സ്. നമ്പർ 5, സെറ്റ് എ വെറി വിൻഡോ. ഇനി നിങ്ങൾക്ക് വിഷമിച്ചേ പറ്റൂ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചേ പറ്റൂ എന്നാണെങ്കിൽ ദെൻ അത് ഷെഡ്യൂൾ ചെയ്യാം. ലൈക്ക് ഇന്ന് വൈകുന്നേരം ഒരു 15 മിനിറ്റ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് മാറ്റിവെക്കാം, അതിനെപ്പറ്റി എഴുതാനായിട്ട് സമയം മാറ്റിവെക്കാം. ഇതിനെ നമുക്ക് വെറി വിൻഡോ എന്ന് പറയാം. സോ നെക്സ്റ്റ് ടൈം വെറി ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ സ്വയം പറയാം, ഇപ്പോഴല്ല, എൻ്റെ വെറി വിൻഡോ സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കാം. കേൾക്കുമ്പോൾ സിമ്പിളാണെങ്കിലും സ്റ്റഡീസ് ആക്ച്വലി കാണിക്കുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ വെറി ചെയ്യാനായിട്ട് സമയം മാറ്റിവെച്ചാൽ ദെൻ ആ വെറി ആ ദിവസം മുഴുവനും നിങ്ങളെ അലട്ടാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന്. ആൻഡ് നമ്പർ 6, മൂവ് യുവർ ബോഡി ബിഫോർ യു മൂവ് യുവർ മൈൻഡ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളിങ്ങനെ അനങ്ങാണ്ടിരിക്കുമ്പോഴാണ് ഈ റൂമിനേഷൻ കൂടുതലായിട്ട് ഉണ്ടാവുക. സോ മൂവ് യുവർ ബോഡി, നടക്കുക, സ്ട്രെച്ച് ചെയ്യുക, ഓടാൻ പോവുക, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക, അല്ലെങ്കിൽ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, കുക്കിംഗ് ചെയ്യുക, ഡു സംതിങ് ഫിസിക്കലായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ ഈ തോട്ട്സ് തന്നെ ഇല്ലാതാവും. അല്ലാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തോട്ട്സ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറാം. ഓക്കെ ഗൈസ്, നമ്മളുടെയൊക്കെ ലൈഫ് കളക്ഷൻ ഓഫ് മൊമെൻറ്റ്സ് ആണ്, അല്ലാതെ കളക്ഷൻ ഓഫ് തോട്ട്സ് അല്ല. മൊമെൻറ്റ്സ്, റിയൽ മൊമെൻറ്റ്സ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, എടുത്ത റിസ്കുകൾ, എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങൾ, കോൺവെർസേഷൻസ്, ആക്ഷൻ എടുത്ത ഡ്രീംസ്. മൈൻഡ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, അതാണ് അതിൻ്റെ ജോലി. പക്ഷേ നിങ്ങളുടെ ജോലി ഏത് തോട്ട്സാണ് ഇമ്പോർട്ടൻറ്റ്, ഏത് ചിന്തകളാണ് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കലാണ്. ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ പുറത്തുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് മാറുന്നുണ്ടാവില്ല, ഔട്ട്സൈഡ് ആക്ടിവിറ്റീസ് ലൈക്ക് സെയിം ജോലിയാവും, സെയിം സിറ്റി, സെയിം പ്രോബ്ലംസ്. പക്ഷേ നിങ്ങളുടെ ഒരു തീരുമാനം അതെല്ലാതും ചേഞ്ച് ചെയ്യും. വേറെ ഒന്നുമല്ല, എല്ലാ ചിന്തകളും ശരിയാണ് എന്ന് വിചാരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. ചിന്തകൾ ഒരു വിസിറ്ററെ പോലെയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി, അത് വരും പോവും, ദാറ്റ്സ് ഇറ്റ്. ഓൾവേസ് റിമെമ്പർ, യുവർ തോട്ട്സ് ഷേപ്പ് യുവർ വേൾഡ്, ബട്ട് ഓൺലി യുവർ ആക്ഷൻസ് ക്യാൻ ചേഞ്ച് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് follow for more. Have a great day.